The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. नमस्ते प्यारे बच्चों, कैसे हो आप लोग? कैसी चल रही है आप लोगों की पढ़ाई? सब सर्दी का मौसम शुरू हो गया ना? सुबह जल्दी उठते हो या उठने में थोड़ा सा लेसीनेस फील होता है? सब जल्दी उठते हो ना? उठ के नहाते हो सब ठंडे पानी से? नहीं, गर्म पानी से नहाते हो? कोई बात नहीं, आप कैसे भी पानी से नहाओ, जल्दी सुबह उठ के अपने अपने जो भी आप जैसे स्कूल में आने के टाइम क्या क्या करते थे वैसे करना. ओके, यस. तो कितना जल्दी एक साल खत्म होने को आया. 10-15 दिन के बाद ये साल भी खत्म होने को है. तो नई साल, नई प्रतीक्षाएं. 21 में क्या क्या नए नए हम लोगों को हमारे लाइफ में क्या क्या चेंजेस आने वाले हैं, क्या क्या हैप्पीनेस आने वाला है. तो भगवान से प्रार्थना कीजिए कि जो हमारे दुख के दिन है सब चले जाएं और खुशी के दिन वापस आए. तो आप लोग सब रेजोल्यूशन लेते हो, न्यू ईयर रेजोल्यूशन क्या क्या लिया? देखते हैं आप लोगों ने क्या क्या लिया. टीचर को भेजना. ओके, टीचर को आप लोग मैसेज करके भेजना कि आप लोगों के न्यू ईयर के क्या क्या रेजोल्यूशन है. ओके, तो जो पिछले हम लोगों ने जो पोएम कंप्लीट नहीं किया था ना, थोड़ा सा बाकी है, आज हम उसको कंप्लीट करेंगे. तो जस्ट एक बार रिकैप करें. आकाल में सारस, केदारनाथ सिंह की जो कविता है आकाल में सारस. ആക്കാൽ പറഞ്ഞെന്താണ്? വരൾച്ചയില് സാരസ് പക്ഷികൾ വന്നിട്ട് എന്ത് സംഭവിച്ചു? അവര് വെള്ളത്തിന് വേണ്ടിയിട്ട് പല ദൂരത്തു നിന്ന് വന്നിട്ട് ആ സ്ഥലത്ത് എത്തുമ്പോ അവിടെ എന്താണ് അവസ്ഥ? അതാണ് നമ്മള് ഈ പോയത്തില് പഠിക്കുന്നത്. യെസ്. അപ്പൊ അവരിങ്ങനെ പറന്ന് നടക്കുന്നു. അവര് വെള്ളത്തിന് വേണ്ടി വരുമ്പോ ജലസ്രോതങ്ങളെല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. ചുറ്റും എല്ലാം ഒന്നുമില്ല. കൃഷി ഉണങ്ങിക്കിടക്കുകയാണ്. അവർക്ക് ഭക്ഷണം ഇല്ല. तो क्या किस रीजन क्या है? प्रदूषण, पॉल्यूशन के कारण हर जगह क्या है, सूखा पड़ा हुआ है. तो जैसे ये लोग पक्षी आते हैं तो അവിടെ എന്തോ ഒരു വയസ്സായ സ്ത്രീ എന്ത് കാട്ടുന്നു? ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ട് വെക്കുന്നു അവരെ മുറ്റത്ത്. പക്ഷെ ഈ പക്ഷികൾ കാണുന്നുണ്ടോ പാത്രം? ഇല്ല. ഇനി അപ്പൊ നെക്സ്റ്റ് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. യെസ്, क्या हुआ फिर? सारस पक्षी ने क्या किया? सारस उसी तरह करते रहे. സാരസ് അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഷെഹർ കി പരിക്രമ, ആ ടൗണിൽ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നതിന് പരിക്രമ ചുറ്റിക്കൊണ്ടേയിരുന്നു. അവരിരുന്നു ഈ പാത്രം ഒന്നും കണ്ടില്ല. നാ തോ ഉൻഹോനെ ബുഡിയ കോ ദേഖാ, വയസ്സായ സ്ത്രീ, ബുഡിയ മീൻസ് വയസ്സായ സ്ത്രീയും കണ്ടില്ല. നാ ജൽ ഭരോ കട്ടോര, വെള്ളം നിറഞ്ഞ ആ കട്ടോര, ബൗൾ, വലിയൊരു പാത്രത്തിലും വെള്ളം നിറച്ചു കൊണ്ടുവന്ന് വെച്ചില്ലേ, കണ്ടില്ല. വാട്ട് ഇസ് ദ റീസൺ? ബിക്കോസ് അവര് വലിയ സ്ഥലത്ത് വെള്ളം കുടിക്കുന്ന പക്ഷികളാണ്. അവര് ജലസ്രോതങ്ങൾ വലിയ വലിയ പോണ്ടിലോ റിവറിലൊക്കെയാണ് വെള്ളം കുടിക്കുക. ഈ കുഞ്ഞു പാത്രത്തിൽ കൊണ്ട് വെള്ളം കൊണ്ട് വെച്ച് അവർക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അവരത് ശ്രദ്ധിക്കാനേ പോയില്ല. യെസ്, സാരസും को तो पता तक नहीं है. സാരസുകൾക്ക് അറിയും കൂടി ചെയ്യില്ല कि नीचे रहते हैं लोग, താഴെ ഭൂമിയില് താമസിക്കുന്നുണ്ട് ആൾക്കാര്. जो उन्हें कहते हैं സാരസ്, സാരസ് പറഞ്ഞ് വിളിക്കുന്നു അവരെ. അങ്ങനെ ഒരു കാര്യം ആ പക്ഷികൾക്ക് അറിയും കൂടി ചെയ്യില്ലേ. ഭൂമിയിൽ ഇരിക്കുന്ന ആൾക്കാര് ഈ പക്ഷികളെ എന്താ വിളിക്കുക? സാരസ്. ഈ കാര്യം കൂടി ആ പക്ഷികൾക്ക് അറിയില്ല. പാനി കോ ഖോജ്തേ, ഖോജ്ന മീൻസ് സെർച്ച്. വെള്ളത്തിനെ, ജലത്തിനെ സെർച്ച് ചെയ്തിട്ട് ദൂർദേശാവർ, വട്ട് ഇസ് ദൂർദേശാവർ? ദൂരദേശത്തുനിന്ന് ആയതേവേ, അവരിന്ന് വരികയാണ് അവര്, ദൂരദേശത്ത് വരികയാണ് അവര് ഈ വെള്ളത്തിന് വേണ്ടിയിട്ട്. അതേപോലെ പാനി കോ ഖോജ്തേ ദൂർദേശാവർ തക് ജാനാ. ദൂരദേശം, ഇനി തിരിച്ചു പോണം, ദൂരദേശത്തേക്ക് പോണം. വെള്ളത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് തിരിച്ചു ഇനി പോണ്ടി വരും. അപ്പൊ വെള്ളത്തിന് വേണ്ടി ദൂരത്തുനിന്ന് വന്നു, ഇനി അവർക്ക് തിരിച്ചു വെള്ളത്തിന് വേണ്ടി തന്നെ വേറെ സ്ഥലത്തേക്ക് പോകണം.
यहाँ तक सबको समझ में आ गया? तो ये पक्षी जो माइग्रेटिंग ബേർഡ്സ് आप लोग सोशल സ്റ്റഡീസ് में पढ़े हो ना, ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ആ സമയത്ത് ആ പ്രദേശത്തുള്ള കാലാവസ്ഥ ശരിയല്ലെങ്കിൽ അവരെ ഫുഡിന് വേണ്ടിയിട്ട് വാട്ടറിന് വേണ്ടിയിട്ട് അവർ വേറെ സ്ഥലത്ത് വരാറുണ്ട്. പക്ഷെ ഇന്ന് ഈ ബേർഡ്സിന്റെ അവസ്ഥ എന്താണ്? എല്ലാവിടെയും പൊല്യൂഷൻ കാരണം കൊണ്ട് അവർക്ക് ഫുഡ് ഇല്ല, വാട്ടർ ഇല്ല. ഇതാണ് അവരുടെ അവസ്ഥ. മൈഗ്രേറ്റിംഗ് ബേർഡ്സിന് അവർ എത്രയോ കിലോമീറ്റേഴ്സ് പറന്നിട്ടാണ് വരിക. ഓക്കെ, സോ ഉൻഹോനെ ഗർദൻ ഉഠായി. അവർക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പൊ അവരെന്ത് കാട്ടിയേ? ഗർദൻ, നെക്ക്, കഴുത്ത് ഒന്ന് പൊങ്ങിച്ചിട്ട് ഏക് ബാർ, ഒരു പ്രാവശ്യം പീछे ഓർ ദേഖ, ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. പറന്നിട്ട് അവർ തിരിച്ചു പോകണം. അപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോ അവര് ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. നാ ജാനെ, ആർക്കറിയാം, ക്യാ ഥാ ഉസ് നിഗാഹമേ. നിഗാഹ മീൻസ് സൈറ്റ്. അവരുടെ നോട്ടത്തിൽ എന്തായിരുന്നു എന്നറിയില്ല. ദയാ കി ഘൃണ. വെരി വെരി ഹാർട്ട് ടച്ചിങ് ലൈൻസ്. ദയയായിരുന്നോ ഘൃണയായിരുന്നു? ദയ മീൻസ് സിംപത്തി, ഘൃണ മീൻസ് വെറുപ്പ്. വെറുപ്പായിരുന്നോ സിംപത്തി ആയിരുന്നോ? ആർക്ക് വേണ്ടിയിട്ട്? ആർക്ക് സിംപത്തി, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഘൃണ? മനുഷ്യന്മാരെ ഓർത്തിട്ട്, ആ ടൗണിൽ താമസിക്കുന്ന ആൾക്കാര്. ദയ എന്ത് കാരണം കൊണ്ട്? പക്ഷെ നമ്മളെല്ലാം പറന്നു പോകും. ഇപ്പൊ ഇവിടെ വാട്ടർ ഇല്ല, ഫുഡില്ല, നമുക്ക് വല്ലവിടെയും പോയിട്ട് ജീവിക്കും. ഈ ടൗണിൽ താമസിക്കുന്ന ആൾക്കാർ ഇനി എങ്ങനെ ജീവിക്കും? ആ ഒരു സിംപത്തി ചിലപ്പോൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ഘൃണ, വെറുപ്പ്. എന്താ കാട്ടിയിരിക്കുന്നത് ഇവര്? ജലസ്രോതങ്ങളെല്ലാം നശിപ്പിച്ചു, പൊല്യൂഷൻ കാരണം കൊണ്ട് ഫുഡില്ല. എന്താ ഇവരിങ്ങനെ കാട്ടിയിരിക്കുന്നത് ഈ മനുഷ്യന്മാര്? ആ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ടാകാം. അപ്പൊ എന്താണെന്ന് അറിയില്ല. അവരുടെ കണ്ണില് ദയായിരുന്നോ ഘൃണയായിരുന്നോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് ആര് പറയുന്നു? പോയിട്ട് പറയും. മനസ്സിലായി എല്ലാവർക്കും? ഇല്ല ഇന്ന്? യെസ്. पर एक बार जाते जाते, പക്ഷെ ഒരു ഭാഷ്യം പോയിക്കൊണ്ടിരിക്കുമ്പോ ഉन्होंने शहर की ओर मुड़कर देखा जरूर. ടൗണിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭാഷ നോക്കി. പക്ഷെ ആ നോട്ടത്തിൽ എന്തായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ദയായിരുന്നു ഘൃണായിരുന്നു എന്ന് അറിയില്ല. പക്ഷെ കഴുത്തൊന്ന് പൊങ്ങിച്ചിട്ട് ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോ മനുഷ്യന്മാര് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെയും പക്ഷികളെയും എങ്ങനെ ചൂഷണം ചെയ്യുന്നു, അവരെ ഫുഡിനെ എങ്ങനെ നശിപ്പിക്കുന്നു, പൊല്യൂഷൻ ചെയ്യുന്നു. മനുഷ്യനെ എഫക്ട് ചെയ്യുന്നുണ്ട്. മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് പറന്നിട്ട് വല്ലവിടെയും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകാം. പക്ഷെ മനുഷ്യൻ എന്ത് കാട്ടും? അവരവരെ വീടുകളെ വിട്ടിട്ട് വല്ലവിടെയും പോകാൻ പറ്റുമോ? എന്ത് ചെയ്യും? അവരെ സഫർ ചെയ്യും. യെസ്. ഫിർ ഹവാമേ, കാറ്റത്ത് അപ്നി ഡാൻ പീത്തെ ഹുए, ചിറക് അടിച്ചിട്ട് ദൂരിയോ, ദൂരെ, ധീരെ ധീരെ ഖോ ഗയേ സാരസ്, മെല്ലെ മെല്ലെ കാണാതെയായി സാരസ്. ദാറ്റ് മീൻസ് പറന്ന് ദൂരെ डिसअपियर आई. आपको सबको समझ में आ गया? इस पोएम में क्या है? कवि क्या कहते हैं कि मनुष्य किस प्रकार संतुलन, प्रकृति का संतुलन बिगाड़ रहा है. बट संतुलन, ബാലൻസ്, പ്രകൃതിയുടെ ബാലൻസിനെ അങ്ങനെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? മഴക്കാലത്ത് മഴ പെയ്യുന്നില്ല, ചൂടുകാലത്ത് എന്താണ് ശരിക്കും മീൻസ് ഭയങ്കരമായിട്ട് ചൂട്, തണുപ്പ് കാലത്ത് നല്ല തണുപ്പ്. ആകെ പ്രകൃതിയുടെ ബാലൻസ് നശിപ്പിക്കുകയാണ്. അത് കാരണം കൊണ്ട് എന്താണ്? പക്ഷികൾ വരെ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുന്ന പറയുന്നത്. അവർക്കും വേറെ വഴിയില്ല ജീവിക്കാൻ. പല പക്ഷികളും നമ്മൾ ന്യൂസിലെല്ലാം കാണാം. പല പക്ഷികൾ, മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഫുഡില്ലാതെ അവര് എവിടേക്കോ ചത്ത് കിടക്കണമെന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങള്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് വൈ നമ്മള് ഇന്നത്തെ ജനറേഷൻ കുട്ടികളെല്ലാം എന്നും ഓർത്ത് വെക്കണം, നമ്മൾ കാരണം കൊണ്ട് ആരും എഫക്റ്റ് ആകരുത്, അല്ലെ? മരങ്ങളെല്ലാം വെക്കുക, ലവ് ദ ബേർഡ്സ്. ഓക്കെ, അപ്പോൾ അവരെല്ലാം സ്നേഹിക്കുക. ലവ് ദ നേച്ചർ, ലവ് ദ ആനിമൽസ്. അപ്പൊ ഈ ഒരു അവസ്ഥ നാളെ പക്ഷികൾ നമ്മളെ നോക്കി ഹേറ്റഡ് ആയിട്ട് കാണാൻ പാടില്ല. അവർക്ക് നമ്മളെ സ്നേഹിക്കണം, മൃഗങ്ങൾക്ക് നമ്മളെ സ്നേഹിക്കണം. यस, यहाँ तक सबको समझ में आ गया पोयम? अच्छा पोयम है ना, छोटा सा पोयम है. तो अभी आप लोग को यहाँ तक, जहाँ ये जो आप लोग पिछले बार भी जो पोयम लिया था और इसका जो कंटिन्यूएशन है, इसका जो मीनिंग्स है, आप लोग मलयालम में अपने फाइल में लिखो और जो इसकी व्याख्या है हिंदी में आई विल सेंड यू. ओके, इसी चैप्टर है ना. ओके, टेक केयर, बाय, सी यू.